ഇത് ഈ പ്രാവശ്യം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് യൂണിവേഴ്സിറ്റി ടോപ്പർ നമ്മളിലേക്ക് വരുമെന്നുള്ളത്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾക്കായി വിപുലമായ യാത്രയെ പൊരുക്കി പെരിന്തൽമണ്ണ അൽസലാമ കണ്ണാശുപത്രി. BSc ഒപ്റ്റോമെട്രിയിൽ ബിരുദ പഠനം പൂർത്തിയാക്കിയ 13ാമത് ബാച്ചിന്റെ വൈറ്റ് കോട്ട് സെറിമണി അൽസലാമ ഐ ഹോസ്പിറ്റൽ ചെയർമാൻ മുഹമ്മദ് അലി മുണ്ടോടൻ ഉദ്ഘാടനം ചെയ്തു. ആദ്യമായി ഒപ്റ്റോമെട്രി കോഴ്സ് ആരംഭിച്ച അൽസലാമ കണ്ണാശുപത്രിയിലെ 13ാമത് ബാച്ചിന്റെ വൈറ്റ് കോട്ട് സെറിമണിയാണ് വിപുലമായ പരിപാടികളോടെ ആഘോഷമാക്കി മാറ്റിയത്. 13ാമത് ബാച്ചിൽ വരുന്ന 30 വിദ്യാർത്ഥികളും ഉയർന്ന മാർക്കോടെ വിജയിച്ച് 100% വിജയം കൈവരിക്കാനും അൽസലാമ കണ്ണാശുപത്രിക്കായി. വൈറ്റ് കോട്ട് സെറിമണിയുടെ ഉദ്ഘാടനം അൽസലാമ ചെയർമാൻ മുഹമ്മദ് അലി മുണ്ടോടൻ നിർവഹിച്ചു. മുകളിലുള്ളവരുടെ മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കുക, നന്നായി പഠിക്കുക, അതുപോലെ തന്നെ പഠിത്തം കഴിഞ്ഞ് നമ്മുടെ ഡയറക്ടർ പറഞ്ഞ പോലെ നമുക്ക് ഈ ഒരു BSc കൊണ്ട് നിർത്താതെ അതിന് മേലേക്കും പഠിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ രക്ഷിതാക്കൾ അതിന് സഹകരിക്കും. അതുകൊണ്ട് നിങ്ങൾ തുടർന്ന് പഠിക്കണം. MScയോ അതിന് മുകളിലേക്കോ പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കണം. ഇതുകൊണ്ട് നിർത്തരുത്. ഇത് നിങ്ങൾക്കൊരു പക്ഷേ പുറത്തിറങ്ങിയ ഒരു ജോലി കിട്ടും. BSc ഒപ്റ്റോമെട്രി നിങ്ങളെ കയ്യിലുണ്ട്, നിങ്ങൾക്ക് ഒരു ജോലി കിട്ടും. പക്ഷെ ആ ജോലിയിൽ അവസാനിപ്പിക്കാതെ പഠിക്കാനുള്ള വ്യഗ്രതയോടുകൂടി കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പറഞ്ഞ എക്സ്ട്രാ കോഴ്സുകൾ എന്തെങ്കിലും ഇതിന് കൂടെ എടുത്താൽ പല ബ്രാഞ്ചുകളിലേക്കും, നിങ്ങൾ ഈ ഒപ്റ്റോമെട്രി മാത്രമല്ലാത്ത ബ്രാഞ്ചുകളിലേക്കും നിങ്ങൾക്ക് നീങ്ങാൻ പറ്റുന്ന രൂപത്തിലുള്ള കോഴ്സുകളും ഉണ്ട്. ഇവിടെയും ഉണ്ട്, മറ്റു പല സ്ഥലങ്ങളിലും ഉണ്ട്. എവിടെ പോയാലും പഠിക്കുക. ഈ കിട്ടുന്ന അവസരം തിരിച്ചു കിട്ടില്ല പിന്നെ നിങ്ങൾക്ക്. അൽസലാമ കോളേജ് ഓഫ് ഒപ്റ്റോമെട്രി അക്കാദമിക് ഡയറക്ടർ ഡോക്ടർ വി അഹമ്മദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. 13ാമത്തെ ബാച്ചാണ് ഇന്ന് അല്ലെങ്കിൽ നാളെ ഔപചാരികമായി ഇന്റേൺഷിപ്പിന് കയറാൻ നിൽക്കുന്നത്. ഇത് വെള്ളക്കോട്ട് സെറിമണിയാണ്, വൈറ്റ് കോട്ട് സെറിമണി. ഇതൊരു റിച്വൽ അല്ല, ഒരു ആചാരമല്ല, ഇതൊരു ആഘോഷമല്ല. ഇത് സ്വാഗത പ്രാസംഗികൻ പറഞ്ഞ പോലെ ഇത് ഉത്തരവാദിത്തങ്ങൾ ധാരാളമായിട്ട് കുട്ടികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു വലിയ പരിപാടിയാണ്. ഉത്തരവാദിത്തങ്ങളാണ് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ഉന്നത വിജയം കൈവരിച്ച് കോളേജിനായി 100% വിജയം നേടിക്കൊടുക്കാനായതിന്റെ സന്തോഷം വിദ്യാർത്ഥികൾ പങ്കുവച്ചു. ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര പ്രൗഡാണ്. നമ്മളെ പാരന്റ്സിന്റെ മുന്നിലും നമ്മളെ ടീച്ചേഴ്സിന്റെ മുന്നിലൊക്കെ ഇപ്പോ ഇങ്ങനെ വൈറ്റ് കോട്ടൊക്കെ ഇട്ടിട്ട് നമ്മള് ഫോർത്ത് ഇയറിലേക്ക് നമ്മള് കയറിയിരിക്കുകയാണ്. അപ്പൊ എക്സാംസ് ഒക്കെ കഴിഞ്ഞ് റിസൾട്ടൊക്കെ അറിഞ്ഞ് ഇങ്ങനെ ഒരു മൊമെന്റ് പറയുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല ഇത്ര അടിപൊളി പ്രോഗ്രാം ആയിരിക്കും നമുക്ക് വേണ്ടിയിട്ട് ഒരു ടീച്ചേഴ്സും അവിടെ മാനേജ്മെന്റും ഒക്കെ തരുന്നുള്ളത് നമുക്ക് അറിയണ്ടായിരുന്നില്ല. എന്തായാലും ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര പ്രൗഡാണ്. ഫസ്റ്റ് അതെ ടീച്ചേഴ്സ് ആയിരുന്നു ഞങ്ങൾക്ക് എല്ലാത്തിനും സപ്പോർട്ടായിട്ടും. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ ഇഷ്ടവും മറക്കാൻ പറ്റാത്തതും ഞങ്ങളെ ടീച്ചേഴ്സിനെയാണ്. ഞങ്ങൾക്കിപ്പോ സെക്കൻഡ് ഇയർ തൊട്ടിട്ടാണ് പോസ്റ്റിംഗ് ഉണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ പഠിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ടീച്ചേഴ്സ് ഒക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ക്ലാസ് ഒക്കെ അടിപൊളിയായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും നോട്ട്സും എല്ലാം നമുക്ക് പ്രോപ്പർ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും നല്ല രീതിക്ക് പഠിക്കാൻ പറ്റി, എല്ലാവർക്കും ഒരുപോലെ പാസ്സാവാനും പറ്റി. 100% വിജയത്തോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡേഴ്സിനെയും സ്വന്തമാക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ചെയർമാൻ മുഹമ്മദ് അലി മുണ്ടോടൻ. അൽസലാമ തുടങ്ങിയത് 21 വർഷമായിട്ട് നമ്മൾ ഉണ്ടെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ഏരിയയിൽ കേരളത്തിൽ ഒപ്റ്റോമെട്രി എന്ന ഈ ഒരു ബ്രാഞ്ചിന് കൊണ്ടുവന്നത് അൽസലാമയാണ്. BSc ഒപ്റ്റോമെട്രി ആദ്യമായിട്ട് തുടങ്ങുന്നത് അൽസലാമയിൽ വെച്ചാണ്. അൽസലാമയിൽ അത് തുടങ്ങുന്ന സമയത്ത് നമുക്ക് കേരളത്തിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ പോലും ഇല്ലാത്ത സമയത്താണ് അത് തുടങ്ങിയത്. അത് കഴിഞ്ഞ് 2-3 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി അഥവാ ഇപ്പോഴത്തെ കുഹാസ് യൂണിവേഴ്സിറ്റി ഈ ബ്രാഞ്ചിന് അംഗീകരിക്കുന്നതും കുഹാസിന്റെ കെയർ ഓഫില് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളുടെ കീഴിൽ ഈ കോഴ്സ് തുടങ്ങുന്നത്. അന്ന് തൊട്ട് ആദ്യമായിട്ട് കിട്ടിയ ബാച്ചും അൽസലാമയാണ് ആദ്യത്തെ ഇതിന്റെ തുടക്കക്കാരി കുഹാസ്. ഇപ്പോൾ ഇത് ഞങ്ങളുടെ 13ാമത്തെ ബാച്ചിന്റെ പാസ് ഔട്ടാണ്. ഇന്ന് വൈറ്റ് കോട്ട് സെറമണിയാണ് നടന്നത്. 13 വർഷമായിട്ട് ഇവിടുന്ന് കുട്ടികൾ പഠിച്ചിറങ്ങി. ഒരു വർഷം 30 കുട്ടികൾ
ആണ് നമുക്ക് ഉള്ളത്. ആ 30 കുട്ടികളെ ഈ കഴിഞ്ഞ പല വർഷങ്ങളിലും നമ്മൾ യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡറും ഈ പ്രാവശ്യം തന്നെ നമുക്ക് 100% വിജയ ശതമാനമുണ്ട്. എല്ലാ വർഷവും 100% വിജയ ശതമാനമുണ്ട്. അതിൽ തന്നെ പല ഇടയ്ക്കുള്ള വർഷങ്ങളിൽ നമുക്ക് യൂണിവേഴ്സിറ്റി ടോപ്പറായിട്ടും വന്നിട്ടുണ്ട്. അത് ഈ പ്രാവശ്യം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് യൂണിവേഴ്സിറ്റി ടോപ്പർ നമ്മളിലേക്ക് വരുമെന്നുള്ളത്. ചടങ്ങിൽ വൈസ് പ്രിൻസിപ്പൽ കെ ശ്രീകാന്ത്, അൽസലാമ കോളേജ് ഓഫ് ഒപ്റ്റോമെട്രി പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ രഞ്ജിത്ത് കെ സി, ARMC ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ നിലാർ മുഹമ്മദ്, എഡ്യൂക്കേഷൻ ട്രസ്റ്റി ഹസൈനർ അങ്ങാടിപ്പുറം, ഒപ്റ്റോമെട്രി HOD രമ്യ വിജയൻ, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ അനൂപ് കെ, അസിസ്റ്റന്റ് പ്രൊഫസർ നീതുൽ രേഖ, അക്കാദമിക് കോർഡിനേറ്റർ KS ആതിര തുടങ്ങിയവർ സംബന്ധിച്ചു. ചാനൽ 10 പെരിന്തൽമണ്ണ. അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, തിമിര ശസ്ത്രക്രിയ, ഗ്ലൂക്കോമ, റെറ്റിന വിഭാഗം, കോർണിയ, ലേസർ ചികിത്സാ വിഭാഗം, കോൺടാക്ട് ലെൻസ് ക്ലിനിക്, ഓപ്റ്റിക്കൽ, ഫാർമസി, ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.